നാട്ടിൽ കാണാത്ത മന്ത്രിമാരില്ല. ഉമ്മൻചാണ്ടിൻ്റെ ഭരണമായിരുന്നു അന്ന്. ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് പോയി, ശശി തരൂരിൻ്റെ അടുത്ത് പോയി, അഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് പോയി, കുഞ്ഞാലിക്കുട്ടി, ഈ പറഞ്ഞ എല്ലാം everything. അവരെന്താ പറഞ്ഞത്, നിങ്ങളെ മോനെ നിരപരാധി ആണിച്ചാൽ അവനക്ക് ശിക്ഷ വന്ന പതർപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, എങ്കിലും ഞങ്ങൾ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്തപുരം ഉസ്താദ്. അങ്ങനെ അവർ സൗദിയിലുള്ള അവരെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷേഖ് റഫീഖ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഗ്രൂപ്പിന്റെ ഒരു ചെയർമാൻ ആയിരുന്നു, ഒരു വ്യവസായമായിരുന്നു, ബിസിനസ്മാൻ ആയിരുന്നു. അങ്ങനെ വിളിച്ച് അങ്ങേര് എൻ്റെ കേസിനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു. വീട്ടിൽ പറഞ്ഞു നസീറിനെ എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ, നീ ഒന്നും പറയണ്ട, കംപ്ലീറ്റ് കേസിൻ്റെ അടിത്തറ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ടെൽ മീ ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും, എൻ്റെ സെൽ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിറ്റേന്ന് വിതിൻ 24 hours അവർ എന്നെ സന്ദർശിച്ചു. അവർ പറഞ്ഞു വിതിൻ 60 days നിങ്ങളെ റിലീസ് ചെയ്തിരിക്കും എന്ന് എൻ്റെ അടുത്ത് വാക്ക് തന്നിട്ടാണ് അവർ പോയത്. അവർ പിന്നെ 2-3 ദിവസം അവിടെ നിന്നു, റിയാദിൽ തന്നെ നിന്നു. ജിദ്ദയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. വിതിൻ 1 week, കാരണം ഞങ്ങൾക്ക് 1 weekലൊന്നും കേസ് വിളിക്കില്ല, 3-4 months ആവും. വിതിൻ 1 weekൽ കേസ് വിളിച്ചു, വിചാരണ നടന്നു. ഷേഖിനെ ബോധ്യപ്പെട്ടു, അതായത് കേസിന് ഇത് ഫയൽ സെപ്പറേറ്റ് ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് അവർ റിലീസിങ് ഓർഡർ തന്നത്.